വിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ വലിയ അത്ഭുതകരമായ നാമത്തിന് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും ഈ സമയത്ത് സമർപ്പിക്കാം. നമുക്ക് തടസ്സങ്ങളൊന്നും കൂടാതെ ഈ 4-ാമത്തെ ദിവസം കർത്താവിന്റെ ആത്മാവിനെ സംബന്ധിക്കുന്ന ചിന്തകൾ ധ്യാനിക്കാൻ ദൈവം തന്ന അവസരം ചെറുതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കാം. നമ്മൾ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഈശോയുടെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരെ പറഞ്ഞത് 12 കാര്യങ്ങളാണ്. 12 കാര്യങ്ങൾ. ഇന്ന് പുതിയതായി ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപിലുള്ള ദിവസങ്ങളിലെ 3 ദിവസങ്ങളിലെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊരു എന്താണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തത കിട്ടും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ ഇന്നലെ കണ്ട അവസാനത്തെ വാക്യം ഓർക്കുന്നുണ്ടാവും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ തിരുവചനമാണ്. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നമ്മൾ ആ വചനം വിശദീകരിച്ചു. ഇനി നമ്മൾ 13-ാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 17 വരെ തിരുവചനം നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഇത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്നാണ്. നമുക്ക് ഒരിക്കൽ കൂടി അത് വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഒന്ന് വളരെ സൂക്ഷ്മതയോടെ ഇതൊന്ന് കേൾക്കുക. എന്തിനാണ് പരിശുദ്ധാത്മാവ്? അങ്ങനെ ചോദ്യം ചോദിക്കണം. നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കണം, എനിക്ക് എന്തിനാണ് പരിശുദ്ധാത്മാവ്? ഞാൻ എന്തിനാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് കൊണ്ട് എനിക്ക് എന്താണ് മെച്ചം? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതിനുള്ള എൻ്റെ ഇന്റൻഷൻ എന്താണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്? ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അപ്പൊ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോ നമ്മൾ സാധാരണ പാവ മനുഷ്യരല്ലേ? നമ്മൾ എന്താ ചിന്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കും, പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റും, അല്ലെ നമുക്ക് കുറെ മഹാത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണക്കാരായ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഈശോ അതിനെ കൃത്യമാക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വാക്യം. അതായത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പൊ ഒന്നാമത്തെ വിഷയം ഇതാണ്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ?
ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നേ പറയും. പക്ഷെ ഈശോയുടെ കണ്ണിൽ ഒരാൾ യേശുവിനെ സ്നേഹിക്കുന്നത് യേശുവേ 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 എന്ന് അയാൾ വിളിക്കപ്പെടുന്നതല്ല. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോ യേശുവിനെ സ്നേഹിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഹാലലിയ 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 യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈശോയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ തോന്നണമെന്നൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് യേശുവിന് തോന്നുന്നത് എപ്പോഴായിരിക്കും? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് യേശുവിന് തോന്നുന്നത് എപ്പോഴായിരിക്കും? ഞാൻ ഈശോ 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 എന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴായിരിക്കുമോ, അതോ ഞാൻ യേശുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോഴായിരിക്കും? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈശോ പറയാണ്, ഞാൻ സ്നേഹിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കപ്പെടുന്നതല്ല. നിങ്ങൾക്ക് ഞാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു സൂത്രം പറഞ്ഞുതരാം. അതായത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യണം ലവ് ലാംഗ്വേജ് ക്വിസ്. ലവ് ലാംഗ്വേജ് ക്വിസ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചാപ്മാൻ എന്ന് പറയുന്ന ഒരാള്, ഒരു മനഃശാസ്ത്രജ്ഞൻ ഡിവൈസ് ചെയ്ത ഒരു ക്വിസ് ആണത്, ലവ് ലാംഗ്വേജ് ക്വിസ്. അതെന്താന്ന് വെച്ചാല് അദ്ദേഹം 5 സ്നേഹത്തിന്റെ ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. ആ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് അയാൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത് ചില പ്രത്യേക രീതിയിലാണ്. ഉദാഹരണത്തിന് ശ്രദ്ധിച്ചു കേട്ടോ, ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതായത് ഇപ്പോ ഒരാൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത് വേറൊരാൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന പോലെ ആവില്ല. ഉദാഹരണത്തിന് എന്നോട് ഉദാഹരണമാണ്, ഇപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്നെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ അയാൾ എപ്പോഴും ഡാനിലച്ചാ 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 എന്ന് വിളിച്ചോണ്ടിരുന്നാലൊന്നും എനിക്ക് ഒരാൾ സ്നേഹിക്കുന്നു എന്ന് തോന്നണമെന്നില്ല. ഞാൻ ഉദാഹരണമാണ്. എനിക്ക് ചിലപ്പോ ഒരാള് ഞാൻ അയാളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം അയാൾ നന്നായിട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അയാൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. അപ്പോ ചാപ്മാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നന്നായിട്ട് ചെയ്യുന്നതാണ് നമ്മളോട് സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്. വേറെ ചില ആളുകൾക്കുണ്ട്, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അവരെ സ്നേഹിക്കുന്നു. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് വിചാരിക്കും നമ്മളെ ഭയങ്കര സ്നേഹമായതുകൊണ്ടായി ഗിഫ്റ്റ് തന്നേന്ന് വിചാരിക്കും. ചില ആളുകൾക്ക് നിങ്ങൾ എന്നാ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്താലും അവർക്ക് പ്രത്യേകിച്ച് സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നണമെന്നൊന്നുമില്ല. ചില ആളുകൾക്ക് ക്വാളിറ്റി ടൈമാണ്. ചാപ്മാൻ പറയുന്ന വേറൊരു കാര്യം അതാണ്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളോട് കൂടെ കുറെ സമയം ചെലവഴിക്കുന്നു. നിങ്ങളോട് കൂടെ ഇങ്ങനെ കുറെ സമയം ചെലവഴിച്ച് നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിങ്ങളെ അറ്റൻഡ് ചെയ്ത് അപ്പൊ നിങ്ങൾ പറയും അയ്യോ ഡാനിലച്ചന് ഞങ്ങളോട് എന്നാ സ്നേഹമാണ് എന്ന് നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ലവ് ലാംഗ്വേജ് ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റി ടൈമാണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ്. വേറെ ചില ആളുകൾക്ക് എന്താണ് ഫിസിക്കൽ, ഈ ഹഗ് ചെയ്യുക, ഇങ്ങനെ ടാപ്പ് ചെയ്യുക, ഇങ്ങനെ ചേർത്ത് പിടിക്കുക, ഇങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫിസിക്കലി അവരെ ഒന്ന് ടച്ച് ചെയ്യുന്നതാണ് ചിലരുടെ ലവ് ലാംഗ്വേജ്. ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജ് ആണ്. അപ്പൊ ഇത് ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് കാര്യമുണ്ട്. ഇത് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കപ്പിൾസിനെല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് നിങ്ങൾ ചെയ്യാൻ പറയും, ഈ ലവ് ലാംഗ്വേജ് ക്വിസ് ചെയ്യാൻ പറയും. അത് ചെയ്ത ആൾ ഗുണം എന്താണെന്നറിയാമോ? അതായത് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നതിനുള്ള എൻ്റെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് ഈ ക്വിസിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇത് ഹസ്ബൻഡിനെ കാണിച്ചാൽ മതി. ഞാൻ സ്നേഹിക്കപ്പെടുന്നു തോന്നുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എൻ്റെ സ്നേഹത്തിന്റെ ഭാഷ. അതുപോലെ തന്നെ ഭർത്താവിന്റെ ലവ് ലാംഗ്വേജ് ക്വിസിന്റെ റിസൾട്ട് നിങ്ങൾ ഭാര്യയെ കാണണം, എന്നിട്ട് നോക്കണം. അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുമ്പോ എനിക്ക് എന്നാ സ്നേഹമായിരുന്നു പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു സ്നേഹം ഇതുവരെ തോന്നിയിട്ടില്ല നമ്മുടെ ഭാഗത്തുനിന്ന്. കാരണം എന്താണ്, അയാളുടെ ലാംഗ്വേജ് വേറെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ലവ് ലാംഗ്വേജ് ഈസ് ഡിഫറെന്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അപ്പോ സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഈശോയുടെ ലവ് ലാംഗ്വേജ് എന്താണ്? ഈശോയ്ക്ക് സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറക്കെ ഹല്ലേലൂയ പറയപ്പെടുന്നതല്ല. നമ്മളിങ്ങനെ ചങ്കത്തടിച്ച് കർത്താവ് എനിക്ക് നിന്നോട് എന്നാ ഇഷ്ടമാണോ എന്ന് പറയപ്പെടുന്നതല്ല. മറിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നു തോന്നുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കും. ഇത് ഭയാനകമായ ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. ഈശോ എന്നൊക്കെ പറഞ്ഞേ,
ഈശോ പറഞ്ഞ, ഞാൻ നോക്കിയെടുത്തോളം ഈശോ പറഞ്ഞ ഒരു 5-6 കാര്യം നമ്മൾ ശരിക്കും ചെയ്യുന്നുള്ളൂ. ഈശോ പറഞ്ഞ ആയിരക്കണക്കിന് കാര്യങ്ങളിൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഒരു 5-6 കാര്യമൊക്കെ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെയാ ചെയ്യുന്നത്? എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അത് ചെയ്യുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ കൊടുക്കുക, അത് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈശോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോ പറഞ്ഞ മഹാഭൂരിപക്ഷം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ പറയട്ടെ, ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പറയട്ടെ. നിങ്ങൾ സദ്യ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മിത്രങ്ങളെയും നിങ്ങളുടെ ബന്ധക്കാരെയൊക്കെ വിളിക്കാതെ വഴി കിടക്കുന്ന പിച്ചക്കാരെയെല്ലാം വിളിച്ചോണ്ട് വന്ന് അവർക്ക് സദ്യ കൊടുക്കുകയും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ ഉടുപ്പ് എടുക്കുന്നവന് മേലെങ്കിൽ കൂടെ കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ഒരു വന്ന് ഫോൺ എടുത്താൽ അവന് ചാർജറോടെ കൊടുക്കുകയും അല്ലേ? ചോദിക്കുന്നവന് കൊടുക്കുവിൻ. നിന്റെ വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത്. നമ്മൾ കൊച്ചുങ്ങളുടെ അടുത്ത് പറയും, അപ്പന് ഇവിടെ ഇല്ലെന്ന് മോനെ എന്ന് പറഞ്ഞിട്ട് കട്ടിലിനിടയിൽ കയറിയിരിക്കും. അപ്പോ കൊച്ചു പറയും, അപ്പൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് കട്ടിലിനിടയിൽ പെട്ടെന്ന് പറയും. അപ്പോ സത്യം പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കർത്താവ് പറഞ്ഞ ഇപ്പൊ കർത്താവ് പറഞ്ഞ വേറൊരു കാര്യം, ഞാൻ ഈശോയെ ഭയങ്കര അനുസരിക്കുന്ന ആളാണെന്ന് ആർക്കെങ്കിലും ഒരു അഹംഭാവം ഉണ്ടെങ്കിൽ ആ അഹംഭാവം തകർക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്റെ പുറകെ വരാം. അപ്പൊ ഈശോ പറഞ്ഞത് നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. വളരെ സൂക്ഷിച്ച് കേൾക്കണം. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിയമമാണോ പുതിയ നിയമമാണോ അനുസരിക്കാൻ എളുപ്പം? പഴയ നിയമമാണോ പുതിയ നിയമമാണോ? ഞാനിത് കൺവെൻഷനൊക്കെ ചോദിച്ചപ്പോ ഒക്കെ ആളുകളുടെ അടുത്ത് പുതിയ നിയമമാണ് അനുസരിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമമാണ് അനുസരിക്കാൻ പാട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്റെ പുറകെ വാ. തന്നെ നിഗ്രഹിക്കാതെ സ്വയം പരിത്യജിക്കാതെ ഒരുവൻ എന്റെ ശിഷ്യനാവാൻ പറ്റും. ഒരു ചകിടത്ത് അടിക്കുന്നവന് മറ്റേ ചകിട് കാണിച്ചു കൊടുക്കും. വളരെ ഡിഫിക്കൽട്ടാണിത്, ഭയങ്കര പ്രയാസമാണ്. എന്നാൽ അങ്ങനെ ജീവിച്ചിട്ടില്ലേ മനുഷ്യര്? മലേഷ്യയിലാണെന്ന് തോന്നുന്നു, ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇസ്ലാമിക് അപ്പോളജിസ്റ്റ്, ഇസ്ലാം ആണ് സത്യം എന്ന് പറയുന്ന അവരുടെ ഒരു പണ്ഡിതൻ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ പ്രസംഗിച്ചത് ക്രിസ്ത്യാനിറ്റി ഒരു ഫേക്ക് റിലീജൻ ആണ്, ക്രിസ്ത്യാനിറ്റി ഒരു മോശപ്പെട്ട മതമാണ്, ജീവിക്കാൻ കൊള്ളാത്ത മതമാണ് എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ക്രിസ്ത്യാനിറ്റി ജീവിക്കാൻ കൊള്ളാത്ത ഒരു മതമാണ്, അയാൾ അങ്ങനെയാണ് പ്രസംഗിച്ചത്. എന്നിട്ട് അയാൾ ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്, അവിടെ പഠിക്കുന്നവരിൽ 99% ഇസ്ലാം മതവിശ്വാസികളാണ്, വളരെ ചുരുക്കം ക്രിസ്ത്യാനികളുണ്ട്, കുട്ടികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പ്രൊഫസർ, ഒരു ടീച്ചർ ക്രിസ്ത്യനാണ്. അയാൾ ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ദുഷിച്ച് പറയുന്നത് അങ്ങോട്ട് സഹിക്കാൻ പറ്റാൻ വന്നപ്പോ കൈ ഉയർത്തിട്ട് പറഞ്ഞു, സർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് അയാൾ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞോളൂ, എന്തിനാണ് ക്രിസ്ത്യാനിറ്റി നിന്ദിക്കുന്നത്? ഞങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നൊരു മതമാണ്, ഞങ്ങളത് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾ കുറച്ചു പേരേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ ഈ മതം ജീവിക്കുന്നവരാണ്. നിങ്ങൾ വൈ ഷുഡ് യു ബിലിറ്റിൽ മൈ ഫെയ്ത്ത്, മൈ റിലീജിയൻ? അപ്പൊ അയാൾ പറഞ്ഞു, ഇങ്ങനെ കയറി വരാൻ പറഞ്ഞു സ്റ്റേജിലോട്ട്. നീ എന്നാ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി ജീവിക്കാൻ കൊള്ളാവുന്ന മതമെന്നല്ലേ പറഞ്ഞേ? അയാള് ആ പണ്ഡിതൻ ഈ പ്രൊഫസറെ, ആയിരക്കണക്കിന് കുട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഓഡിറ്റോറിയത്തിലാണെന്ന് ഓർക്കണം, ആ പ്രൊഫസറെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഒറ്റ അടി അടിച്ചു കരണക്കുറ്റിക്ക്. എന്നിട്ട് പറഞ്ഞു, നൗ ഷോ യുവർ അതർ ചീക്ക്, മറ്റേ കാരണം കാണിക്കുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ ഷഡേഡായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാള് എന്ത് ചെയ്തു? ഈ മറ്റേ കാരണം കാണിച്ചു കൊടുത്തു. അയാൾ അടിച്ചില്ല. അടിക്കാതെ അയാൾ പറഞ്ഞു, നിന്റെ ഉടുപ്പൂരി തരാൻ പറഞ്ഞു. അയാൾ ഉടുപ്പൂരി കൊടുക്കുമ്പോ ആ പണ്ഡിതൻ ആ ക്രിസ്ത്യൻ ടീച്ചറോട് പറഞ്ഞു, ഇനി നിന്റെ പാൻറ് ഊരാൻ പറഞ്ഞു. അങ്ങനെയല്ലേ നിങ്ങളുടെ ഗുരു പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവന് മേലും കൂടെ കൊടുക്കണം, എക്സ്ട്രാ പാൻറ് ഊരാൻ പറഞ്ഞു. സ്റ്റുഡൻസ് ആണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഈ മനുഷ്യൻ
സങ്കടത്തോടെ നിന്നിട്ട് മൈക്ക് എടുത്തിട്ട്, ഷർട്ടില്ലാതെ നിൽക്കാൻ ഓർക്കണം, മൈക്ക് എടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യുന്നതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. Forgive me for doing this എന്ന് പറഞ്ഞിട്ട് അയാള് ആ പാൻഡൂരി. എന്നിട്ട് അയാൾ അണ്ടർവെയർ മാത്രം ധരിച്ച് തല കുനിച്ച് കരഞ്ഞുകൊണ്ട് നടന്ന് മുറിയിലേക്ക് പോയി. അപ്പൊ എല്ലാവരും ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുക. ആ മീറ്റിംഗ് കഴിഞ്ഞു. കുട്ടികള് ഈ ടീച്ചറിന്റെ വാതിക്കൽ ക്യൂ നിൽക്കുകയാണ്. ഇസ്ലാം കുട്ടികൾ ക്യൂ നിന്നിട്ട് അവര് സാറിന്റെ വാതിക്കൽ കൊട്ടി വിളിച്ചിട്ട് കതക് തുറക്കുമ്പോ പറയുകയാണ്, സർ, നേരത്തെ സംഭവിച്ച ആ കാര്യത്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ക്രിസ്ത്യാനിറ്റി ജീവിക്കാൻ പറ്റുന്ന ഒരു മതമാണെന്ന് യു പ്രൂവ്ഡ് ഇറ്റ്. അപ്പൊ ജീവിക്കാൻ പറ്റാത്ത മാനുഷിക ശക്തി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇത് വേറൊരു ലെവലാണിത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വേറൊരു ജീവനാണിത്. കർത്താവ് പറയാണ്, പക്ഷേ ഞാൻ ഭയങ്കര ഡിമാൻഡിങ് ആണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പാലിക്കണം. അപ്പൊ നമ്മൾ ആകെ പഴിഞ്ഞുപോയി, നമ്മൾ പെട്ടിരിക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന കൽപ്പന പാലിക്കും. നിങ്ങളുടെ ഫ്ലഷിൽ നിന്ന് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, ജഡത്തിൽ നിന്നത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഇതിനു വേണ്ടി നിങ്ങൾക്ക് തരും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ്? ഈശോ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം നയിക്കാനാണ് പരിശുദ്ധാത്മാഭിഷേകം. അല്ല നമ്മൾ സൂപ്പർ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് ആളുകളുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കർത്താവ് പറഞ്ഞ ഒരു നിലവാരത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റണം. അത് എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പം എന്റെ ഫ്ലഷ് അതിന് സമ്മതിക്കില്ല. നിങ്ങൾ എന്നാലും ചോദിക്കേ, ഇപ്പൊ ഒരാള് എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു, അപവാദം പറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ അയാളോട് ക്ഷമിച്ചു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ അയാളെ കാണുമ്പോ ഞാൻ എത്ര ചിരി അഭിനയിക്കാൻ ശ്രമിച്ചാലും എന്റെ മുഖം ഇങ്ങനെ കോടും ചിരിക്കുമ്പോ. ഒരു ട്വിസ്റ്റഡ് ലാഫ്റ്ററായിട്ട് മാറും. ആ ചിരി ഒരു ഇളിയായിട്ട് മാറും അവിടെ. അപ്പൊ എന്താ സംഭവിച്ചേ? ഞാൻ പോസിറ്റീവ്ലി ആഗ്രഹിക്കുന്നുണ്ട് ഇയാളോട് നല്ലതായിട്ട് പെരുമാറാം, പക്ഷെ എന്റെ ഫ്ലഷ് എന്നെ അതിന് സമ്മതിക്കില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈശോ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കൂടിയേ പറ്റൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കാൻ പറ്റും. ഇനി ആ വാക്യം വായിച്ച്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ശിഷ്യന്മാരപ്പം ഇങ്ങനെ തലയെ കവിച്ച് നിൽക്കുന്നതാണ് അതിനടുത്ത സീൻ. ഞങ്ങൾ എന്നാ ചെയ്യുമെന്ന് അവരിങ്ങനെ ചോദിച്ച് അന്തിച്ച് നിൽക്കുമ്പോൾ അത് ഇവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞങ്ങൾ എന്നാ ചെയ്യും? അവൻ പറയണ, വിഷമിക്കണ്ട, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ നിലവാരത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ലോക മനുഷ്യന് അതിന്റെ ആവശ്യമില്ലല്ലോ. ലോക മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പെന്തക്കോസ്തായിക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് ക്ലിയർ ആയിരിക്കണം. എന്തിനു വേണ്ടിയാണ് എനിക്ക് പരിശുദ്ധാത്മാവ്? നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്ററായ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും. നിങ്ങളത് ആലോചിച്ചു, 5 കൊല്ലം മുമ്പ് നിങ്ങളെ പരിചയമുള്ള ഒരാള് ഇപ്പോ 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങളെ കണ്ടുമുട്ടിയാൽ അയാൾ പറയുമോ, അയ്യോ പണ്ടത്തെ പോലല്ല, ഒത്തിരി ആള് മാറിയിട്ടുണ്ട് ഇൻ ദ പോസിറ്റീവ് സെൻസ്? അതോ പറയുമോ ഇങ്ങനെ, ദൈവമേ ഇയാള് വഷളായി പോകുന്നതല്ലാതെ നന്നാവുന്നില്ലല്ലോ എന്ന് പറയുമോ? അപ്പോ ഇത് ഒരു ചലഞ്ചായിട്ട് നമ്മളോട് തന്നെ ഒരു ചലഞ്ചായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇയർ ആഫ്റ്റർ ഇയർ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വന്ന് ഒടുവില് സ്നേഹം മാത്രമായിട്ട് യോഹന്നാൻ ശ്ലീഹ അവസാനം സുവിശേഷ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവസാനം ഇയാളെ എടുത്തോണ്ട് പോകാരെന്നാ പറയുന്നത്. നടക്കാൻ വയ്യാത്ത കാലമായപ്പോൾ ആളുകൾ മഞ്ചലിൽ എടുത്തോണ്ട് പോകും. അവിടെ കൊണ്ടുപോയി ഇരുത്തി കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയൂ, സ്നേഹം സ്നേഹം സ്നേഹം. ഇത്രയുള്ള പ്രസംഗം. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മള് പൂർണ്ണ സ്നേഹമായിട്ട് മാറാനുള്ള ഒരു യാത്രയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം.
അപ്പൊ വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ 2010 ഞാനും 2021 ഞാനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? കുറച്ചുകൂടെ ഞാൻ സ്വാർത്ഥനായിട്ട് മാറി, കുറച്ചുകൂടെ എനിക്ക് എന്റെ ആർത്തി കൂടി, കുറച്ചുകൂടെ എന്റെ ആസക്തി കൂടി, കുറച്ചുകൂടെ എന്റെ ദ്രവ്യാഗ്രഹം കൂടി, കുറച്ചുകൂടെ എന്റെ കോപം കൂടി, കുറച്ചുകൂടെ ഞാനൊരു സ്വാർത്ഥനായിട്ട് മാറി. അപ്പൊ ഇതാണ് ഇവിടെ നമുക്ക് കർത്താവ് തരുന്ന ഒരു ചലഞ്ച്. അതാണ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. അതെന്തിനു വേണ്ടിയാണ്? കുറച്ചുകൂടെ നല്ല മനുഷ്യരായിട്ട് മാറണം, കുറച്ചുകൂടെ നല്ല ആളുകളായിട്ട് പെരുമാറണം. നമ്മളിങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില മനുഷ്യര് നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. ചില ആളുകള് ഭയങ്കര നല്ല മനുഷ്യരാണ്. നല്ല മനുഷ്യരെ കാണുന്നത് എന്നാ സന്തോഷമാണ്. നല്ല മനുഷ്യരെ കാണുന്നത്, നല്ല മനുഷ്യരെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല മനുഷ്യരെ കാണാൻ ചില നല്ല ആളുകള്. അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആഗ്രഹിക്കുക. ഇനി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോവാം. 16-ാം അധ്യായം, യോഹന്നാൻ 16-ാം അധ്യായം 8 മുതൽ 11 വരെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെ. 7 മുതൽ ഞാൻ വായിക്കാം. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. എന്നൂടെ വായിച്ച്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്ന് പാപം, നീതി, ന്യായവിധി, 3 വാക്കുകൾ ഓർത്തിരിക്കുക. പാപം, നീതി, ന്യായവിധി. സിൻ, റൈറ്റിയസ്നെസ് ആൻഡ് ജഡ്ജ്മെന്റ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്നിട്ട് ഈശോ അത് വിശദീകരിക്കുകയാണ്. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും, ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എന്താണ് ഇതിന്റെ അർത്ഥം? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പെട്ടെന്ന് ഞാൻ പറയാം, ഒത്തിരി ഹാർഡാണ്, ശ്രദ്ധിച്ചാലും മനസ്സിലാവും. എന്താണ് പാപം? എന്താണ് പാപം? എന്താണ് പാപം? പാപം ഇത്രയേ ഉള്ളൂ. അതായത് എല്ലാ പാപങ്ങളും ഏറ്റെടുക്കാൻ ഒരാള് ഇതാ നിന്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എനിക്ക് അവനെ വേണ്ടാന്ന് പറയുന്നതാണ് പാപം. യേശുവിനെ വേണ്ടാന്ന് വെക്കുന്നതാണ് പാപം. പാപത്തിന് മോചനം തരാൻ വന്നവനെ വേണ്ടാന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിൽ, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു, ഇതാണ് ശിക്ഷാവിധി. പുത്രനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് ശിക്ഷാവിധി. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ യേശുവിന്റെ കണ്ണിൽ പാപം എന്ന് പറയുന്നത്? പാപം എന്ന് പറയുന്നത് എനിക്ക് യേശുവിനെ വേണ്ട. യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് യേശു ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം വേണ്ട. നമ്മളിങ്ങനെ പറയത്തില്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി, ഇപ്പൊ കൂടുതൽ അങ്ങ് ഭക്തരായിട്ടൊന്നും കാര്യമൊന്നുമില്ല, മര്യാദയ്ക്കൊക്കെ തട്ടിയും മുട്ടിയും വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോയാൽ മതി. അങ്ങനെ ഒരു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളൊരു മലയാളിയോട് നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് കണ്ടാലും മലയാളിയോട് നിങ്ങൾ എങ്ങനുണ്ട് എന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം കൃത്യമായിരിക്കും, കുഴപ്പമില്ല എന്നുള്ളതായിരിക്കും. കുഴപ്പമൊന്നുമില്ല അച്ഛാന്നായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ പറയുന്നത്? വളരെ ചുരുക്കം പേരെ പറയത്തുള്ളൂ. അതായത് നന്നായിട്ടുണ്ട്, നന്നായിട്ട് പോകുന്നു, നന്നായിട്ടുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ അൺകോൺഷ്യസ് ആയിട്ടൊരു സാധനം കിടപ്പുണ്ട്, എങ്ങനെയെങ്കിലും ഇങ്ങനെ പരീക്ഷയ്ക്ക് ജയിക്കാൻ മാത്രം പാസ് മാർക്ക് കിട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് യേശുവിനെ വേണമെന്നൊരു തോന്നൽ വരില്ല. നമുക്ക് യേശുവിനെ വേണമെന്നൊരു തോന്നൽ വരുന്നത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണം, നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ യേശുവിനെ വേണമെന്ന് തോന്നുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ്, യേശുവിനെ തിരസ്കരിക്കുന്നതാണ് പാപം. അപ്പോ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, അടുത്തത് ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതിനാൽ നീതിയെക്കുറിച്ചും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കേൾക്കണേ. പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതിനാൽ നീതിയെക്കുറിച്ചും. എന്താണ് നീതി? നമ്മളെ നീതീകരിക്കുന്നത് യേശുവാണ്, യേശുവിന്റെ കുരിശിലെ ബലിയാണ്. അതാണ് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത്. പിതാവിന്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ യേശു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ആ രക്ഷാകര സംഭവത്തെ കുറിക്കുന്ന വാക്കാണത്, പിതാവിന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് യേശുവിന്റെ കുരിശിലെ ബലിയാലാണ്.
എന്റെ നീതീകരണം നടക്കുന്നത് ഞാൻ യേശുവിനെ സ്വീകരിച്ച് യേശുവിന്റെ കുരിശിലെ ബലിയിൽ വിശ്വസിക്കുമ്പോഴാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്താലാണ് നീതീകരണം എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. അപ്പോ ഞാൻ നീതീകരിക്കപ്പെടുന്നത് യേശുവിന്റെ കുരിശുമരണത്താലാണ്. ഇത് ആരാ നമുക്ക് ബോധ്യം തരുന്നത്? പക്ഷെ നമ്മളിപ്പോ എന്താ വിചാരിച്ചു, ഇത് ഒത്തിരി സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് മനസ്സിലായില്ലേലും പിന്നെ സാവകാശം മനസ്സിലായിക്കൊള്ളും. അതായത് നമ്മൾ എപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്യുന്നോണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നതെന്നാണ്. നമ്മൾ നീതീകരിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ യേശു ഉള്ളത് കൊണ്ടാണ്. യേശു ഉള്ളത് കൊണ്ട് മാത്രം, യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അപ്പോ അത് അത് ആരാ മനസ്സിലാക്കി തരുന്നത്? പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിക്കഴിയുമ്പോഴേ അത് മനസ്സിലാവും. നമ്മൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറെ നല്ലവരായി എന്നുള്ള ചിന്തയെല്ലാം പോകുന്നത് ആത്മാവിന്റെ അഭിഷേകം നിറയപ്പോഴാണ്. അതായത് ഞാൻ നിങ്ങൾ പറയട്ടെ, അതായത് ഞാൻ കന്താലമിസ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ധ്യാനഗുരുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, റെനേരോ കന്താലമിസ. അദ്ദേഹത്തിന്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മള് ഹിസ്റ്റോറിക്കലി വി ലീവ് in the New Testament, but psychologically we live in the Old Testament. അദ്ദേഹത്തിന്റെ സെന്റൻസ് ആണ്. ഹിസ്റ്റോറിക്കലി വി ലീവ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്, ബട്ട് സൈക്കോളജിക്കലി വി ലീവ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി നമ്മൾ പുതിയ നിയമത്തിലാണെങ്കിലും മനഃശാസ്ത്രപരമായി നമ്മൾ ഇപ്പോഴും പഴയ നിയമത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്താണ് ഞാൻ നീതീകരിക്കപ്പെടുന്നതെന്നാണ് ഇപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. യേശുവിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു സ്വകാര്യ അനുഭവം പറയാം. എന്ന് വെച്ചാല് ഞാൻ ഇത് യേശുവിലൂടെയാണ് നീതീകരണം, യേശു ക്രിസ്തുവാണ് ഒരാളെ നീതീകരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തത കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി എന്തെന്നറിയാമോ? അതായത് അപ്പൊ പ്രവൃത്തിയൊന്നും വേണ്ടേ, എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നാണ് ഇയാൾ പറയുന്നത്, എന്ത് ചെയ്താലും സ്വർഗത്തിൽ പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അങ്ങനെ തെറ്റിദ്ധരിച്ച് പല കമന്റുകളൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ കർത്താവെ, ഇത് പൗലോസ്ലീഹ പറഞ്ഞ കാര്യം, പത്രോസ്ലീഹ പറഞ്ഞ കാര്യം, അപ്പോസ്തലന്മാര് പഠിപ്പിച്ച കാര്യം കത്തോലിക്ക തിരുസഭ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനോടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. പക്ഷെ ഇത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്റെ ഉള്ളിൽ ഒരു ബോധ്യം തന്നു. അതായത് ഇത് മനസ്സിലാവണമെങ്കിൽ ജഡത്തിന് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് നീ എന്നാ ചെയ്യണം? നീ വെറുതെ കിടന്ന് തലകുത്തി മറിഞ്ഞ് അധ്വാനിക്കാതെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് സഭയെ ഒരുക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് ഇത് പിടികിട്ടും. പരിശുദ്ധാത്മാവ് നിറയാതെ ഇത് പിടിയിട്ടില്ല. അപ്പൊ ആ നാളുകളിൽ എൻ്റെ അടുത്ത് പല ആളുകളെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാന് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി അതിന്റെ കാര്യങ്ങൾ, ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. 2019 പകുതി 20 പകുതി ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രമേ കൺവെൻഷന് പ്രസംഗിക്കുള്ളായിരുന്നു. അതിന്റെ കാര്യം ഇതാണ്. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞാല് യഥാർത്ഥത്തിൽ യേശുവിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. അല്ലെ നമ്മളിപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഏതാണ്ട് 50 പൈസ സ്വത്രാഴ്ച ഇട്ടതിന്റെ പേരിലും 500 രൂപ പള്ളി കൊടുത്തതിന്റെ പേരിലും ഒക്കെയാണ് നമ്മൾ രക്ഷപ്പെടുന്നതെന്നാണ് ഇപ്പോഴും നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. യേശുവിന്റെ കുരിശിലെ ബലി ഒന്നുകൊണ്ട് മാത്രമേ നമ്മൾ നീതീകരിക്കപ്പെടൂ. ഇത് ശരിക്കും ഈ ക്ലിക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം വരണം. അതാണ് നീതി. മൂന്നാമത്തേത് ന്യായവിധി. ന്യായവിധി എന്ന് പറഞ്ഞെന്തറിയാം? യേശുവിനെ തിരസ്കരിച്ചാൽ അത് ശിക്ഷാവിധിയാണ്. യേശുവിനെ വേണ്ടാന്ന് വെച്ചാൽ അത് ശിക്ഷാവിധിയാണ്. യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയാണ്. അപ്പോ കർത്താവ് പറയാണ് ഇവിടെ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അതാണ് 14ാമത്തെ കാര്യം. നമുക്ക് 15ാമത്തെ കാര്യത്തിലേക്ക് പോകാം. 15 യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 23-ഉം 24-ഉം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ഉം 24-ഉം വായിക്കാം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്.
അതെന്തെന്നറിയാമോ? അത് ശ്രദ്ധിക്കും. അതായത് ആരാധന നടത്താൻ പറ്റണമെങ്കിൽ അത് ആത്മാവിൽ നിന്ന് മാത്രമേ, പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ പറ്റൂ. ഞാനിത് ഒത്തിരി ലെങ്തി ആയിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചങ്ങനാശ്ശേരി കൺവെൻഷന്, നമ്മൾ കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി കൺവെൻഷന് പ്രസംഗിച്ച വിഷയങ്ങൾ ആരാധനയെ കുറിച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ ആ കൺവെൻഷൻ കേട്ടാൽ മതി കൂടുതൽ അറിയണമെങ്കിൽ. അതായത് ആരാധിക്കാൻ പറ്റണമെങ്കിൽ ആത്മാവിന്റെ സഹായമില്ലാതെ പറ്റില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ ആരാധിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ചെന്ന് ഇങ്ങനെ നിന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഇന്റൻസിറ്റിയിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ അകത്ത് നിന്ന് ആത്മാവിന്റെ ശക്തി നമ്മളെ അതിന് സഹായിച്ചാൽ മാത്രമേ പറ്റൂ. പരിശുദ്ധാത്മാവ് തള്ളിയാൽ മാത്രമേ നമുക്ക് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. എന്താണ് ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ ആരാധിക്കുന്നത് അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന്റെ പേരാണ് ആരാധന. എന്തിനെയാണോ ആരാധിക്കുന്നത് അതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ പേരാണ് ആരാധന. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാം മറന്ന് കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ അതിന് നമ്മളെ ഒരു പെട്രോള്, ഒരു ഡീസൽ അകത്ത് കത്തണം. അത് നമ്മളെ ആത്മാവ് സഹായിച്ചാൽ മാത്രമേ ശരിക്കും ആരാധിക്കാൻ പറ്റൂ. അത് നിങ്ങള് ഈ കരിസ്മാറ്റിക് റിവൈവൽ തുടങ്ങുന്നത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1966 കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ ആരംഭിക്കുന്നത് 1966. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പീറ്റ്സ്ബർഗിലെ, അമേരിക്കയിലെ പീറ്റ്സ്ബർഗിലെ ഡ്യൂക്കൻസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന 2 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 2 അധ്യാപകരുണ്ടായിരുന്നു. അപ്പൊ അവർ ഈ കുട്ടികളോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ ഒരു ശൂന്യത, ഒരു വരണ്ട് കിടക്കുന്ന അവസ്ഥ അവർ അനുഭവിക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം അവർ ഒരുമിച്ച് കൂടി ഇങ്ങനെ പറയുകയാണ്, എന്താണ് നമുക്കൊരു പവർ ഇല്ലാത്തത്? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു ഒരു 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 ആവേശം, ഒരു ശക്തി എന്താ വരാത്തത്? അപ്പൊ അവര് പറഞ്ഞു, അപ്പസ്തോലിക സഭ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നത് കൊണ്ടാണ് അപ്പസ്തോലിക സഭയ്ക്ക് ശക്തി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രെയർ മീറ്റിങ്ങിന് ശക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ? അപ്പൊ അതിലെ ഒരാള് മറ്റേ ആളോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യേ, ഞാന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? നീ പരിശുദ്ധാത്മാവിനാൽ നിറയണം. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയണം. അങ്ങനെ 1 കൊല്ലം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. അവരെന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? അവർ പരിശുദ്ധ കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും. കുർബാന കഴിഞ്ഞിട്ട് 5 മിനിറ്റ് അവർ സ്വസ്ഥമായിട്ടിരുന്നിട്ട് സൃഷ്ടിക്കുന്ന ആത്മാവെ വന്നാലും, വേനി ക്രിയത്തൂർ സ്പിരിത്തൂസ് എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട് ലത്തീൻ ആരാധന ക്രമത്തില്. സൃഷ്ടിക്കുന്ന ആത്മാവെ വന്നാലും ആ പാട്ട് ഇവർ പാടി പരിശുദ്ധാത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ കുറെ നാളുകൾ മുന്നോട്ട് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 1966 ആയപ്പോഴേക്കും, ഏതാണ്ട് 1 വർഷം അടുക്കുന്നു, ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും ഇവരങ്ങ് ഭയങ്കരമായിട്ട് മടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അനുഭവം ഇല്ല. അനുഭവം ഉണ്ടാവാൻ വേണ്ടിയാ പ്രാർത്ഥന തുടങ്ങിയത്. പക്ഷെ പ്രാർത്ഥന മൂത്ത് കഴിഞ്ഞപ്പോ ഉള്ള അനുഭവം കൂടെ പോയി. അങ്ങനെ അവർ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2-3 ദിവസം മാറി ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ അത് കുട്ടികളോട് പറഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു, ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ 29 പേര്, ആ കൂട്ടത്തിൽ ഒരു അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ 29 പേര് ഒരുമിച്ചിരുന്ന് ഒരു വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു അപ്പസ്തോല പ്രവർത്തനം 1, 2, 3, 4 അധ്യായങ്ങൾ വായിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസമായി. അതിലെ ഒരു പെൺകുട്ടി ആ ചാപ്പളയൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ തലയെ കൈവച്ചിട്ട് അപ്പസ്തോലന്മാര് സെഹിയോൻ മാളികയിൽ വെച്ച് നിറഞ്ഞതുപോലെ ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സെഹിയോൻ മാളിക മുറിയിൽ ഉണ്ടായതുപോലെ ഒരു അനുഭവം ആ ചാപ്പലിനുണ്ടായി. ആ 29 പേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതാണ് കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവലിന്റെ തുടക്കം. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീടാണ് അത് ലോകം മുഴുവൻ വ്യാപിച്ചത്. അപ്പോ ഈ
കരിസ്മാറ്റിക് റിവൈവല് കത്തോലിക്ക സഭയെ തുടങ്ങുന്നത് 29 പേര് ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. ഞാനിത് പറയുന്നതിനെന്നറിയാമോ? അവർ ഈ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അവര് എഴുതിയ ചില കുറിപ്പുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ആ അനുഭവം അവർ എഴുതിയതിനകത്ത് ഒരാളിങ്ങനെ എഴുതിയിരിക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായി ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ നമുക്ക് ആരാധിക്കാൻ അറിഞ്ഞുകൂടാ. ഈ ഹോളി സ്പിരിറ്റിന്റെ ഒരു ഇമ്പാർട്ടേഷൻ, ഒരു അഭിഷേകം, ആത്മാവിന്റെ ഒരു നിറവ് നമുക്ക് വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ചില സാധാരണ മനുഷ്യർക്ക് പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അവർ ശ്രദ്ധിക്കാതെ അവർ ഏകാഗ്രമായിട്ടിരുന്ന് പാടി സ്തുതിച്ച് ആരാധിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മാവ് നിറഞ്ഞിരിക്കുന്നുണ്ടാണ്, പരിശുദ്ധാത്മാവിന്റെ നിറമുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവിടെ പറയുകയാണ്, യഥാർത്ഥ ആരാധകര് ആത്മാവിലാണ് ആരാധിക്കുന്നത്, ആത്മാവിന്റെ ശക്തിയാലാണ് ആരാധിക്കുന്നത്, ആത്മാവിന്റെ പ്രസൻസിലാണ് ആരാധിക്കുന്നത്, ആത്മാവിന്റെ സഹായത്താലാണ് ആരാധിക്കുന്നത്. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ പറ്റണമെങ്കിലും നമുക്ക് ആരാധിക്കാതെ ഒരു വിടുതലും വിമോചനവും ഉണ്ടാവില്ല. ആരാധിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഹല്ലേലൂയ. 15-ാമത്തെ കാര്യം, 15 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. ജോൺ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. 2 കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പഠിപ്പിക്കും, അതുപോലെ തന്നെ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ടീച്ച് ചെയ്യും, റിമൈൻഡ് ചെയ്യും. അപ്പോ മറ്റൊരു വചനം കൂടെ എടുക്കാം. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. മറ്റൊരു വചനം എടുക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 John chapter 2 verse 27. 1 യോഹന്നാൻ 2:27. അതിനെങ്ങനെയാണ് വായിക്കാം? ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ ഞാൻ ഏറ്റവും പ്രാക്ടിക്കലായ കാര്യം പറയാം. അത് കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും പ്രാക്ടിക്കലായ ഒരു കാര്യം പറയാം. എന്ന് പറഞ്ഞാല് നമുക്ക് ചെറിയ പ്രായം മുതലേ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയാണ്. ഒരിക്കല് ഒരു ടീച്ചർ, കൊല്ലത്തുള്ളൊരു ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര ഭയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, എന്ത് ഭയം? അപ്പൊ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ സ്റ്റാഫ് മീറ്റിംഗ് കൂടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് പേടിയാണ്. എന്നിട്ട് ആ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും എന്നെ ഏൽപ്പിക്കുമോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഞാൻ ആ സമയത്ത് ടോയ്ലറ്റ് കയറി അടച്ച് പാത്തിരുന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ടീച്ചറിന്റെ പേടി, എന്തുമാത്രം പേടിയുണ്ട്. കുട്ടികൾക്ക് ഇതുവരെ അങ്ങനെ ചിന്തയുണ്ട്. നമ്മുടെ ടീച്ചർമാർക്കൊക്കെ ഇങ്ങനെ പേടിയുണ്ട്. കുട്ടികൾ അത് അറിഞ്ഞിരിക്കണം. അപ്പോ ഈ ടീച്ചർ ഇങ്ങനെ പേടി. അപ്പൊ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടീച്ചർ കേൾക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം, കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഈ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ സ്റ്റാഫ് എല്ലാം കൂടി ഒരു പ്രോഗ്രാം ചെയ്ത് ഞാൻ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച് ഒരു പ്രോഗ്രാം ഞാൻ നടത്തി. എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടി. അപ്പൊ ഇത് പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഉപദേശം തരാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കണം. അപ്പൊ നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയതെങ്കിലും ഇത് കഴിക്കുന്നവർ പറയും ഒരു ടേസ്റ്റ്, ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എല്ലാ കാര്യത്തിനും സഹായം തരുമെന്ന് പറഞ്ഞിരിക്കുന്നു.
എല്ലാ കാര്യത്തിലും. നമ്മൾ സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒട്ടും പറ്റാത്ത കാര്യങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും സഹായിക്കാന്ന് പറഞ്ഞിരിക്കും, എല്ലാ കാര്യത്തിലും. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഓരോ സമയത്തും നമ്മളെ സഹായിക്കും. അത് ഭയങ്കരമായ സഹായം കിട്ടും. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞ് സമയം പോകുന്നുള്ളതുകൊണ്ട് പറയാത്തത്, ബോധപൂർവ്വം ഞാൻ പറയാത്തതാണ്. ഇപ്പൊ ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എന്നാ ചെയ്യണം? പഠിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പേടിയാണ്, വെപ്രാളമാണ്, പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, പിന്നെ അനുസ്മരിപ്പിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. അനുസ്മരിപ്പിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പല സന്ദർഭങ്ങളിലും പല വചനങ്ങളും നമ്മൾ മറന്നുപോകും. നമ്മളിതൊക്കെ പഠിച്ചു വെച്ചാലും ചിലപ്പോൾ മറന്നുപോകും. തക്ക സമയത്ത് ചില വചനങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തിയാൽ നമ്മൾക്ക് ആ ക്രൈസിസിൽ രക്ഷപ്പെടാൻ പറ്റും. ചില സമയത്ത് ചില വചനം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ പലപ്പോഴും ആ സമയത്ത് വചനം കിട്ടില്ല. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഇത് ഓർമ്മിപ്പിച്ചു തരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് പോവാം. അടുത്തത് 16-ാമത്തെ കാര്യം, യോഹന്നാൻ 15:26. യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുത്തുനിന്ന് നയിക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതലേ എന്നോടുകൂടെ ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. അതായത് പരിശുദ്ധാത്മാവിന്റെ ഏക ജോലി യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്, യേശുവിനെ ഗ്ലോറിഫൈ ചെയ്യുക. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ ഒരു ധൈര്യം കിട്ടും, യേശുവിനെ കുറിച്ച് പറയാൻ ഒരു ധൈര്യം കിട്ടും. ഇപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ ആലോചിച്ചു പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളുടെ കാര്യം ഞാൻ പറയാം. ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ചെക്കിംഗ് ആണ് ഇപ്പൊ. അപ്പോ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇറങ്ങി വെയിറ്റ് ചെയ്യാണ്, ഈ സഹോദരനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോലീസുകാരൻ പരിശോധിക്കാൻ നിൽക്കുന്ന ആൾ എന്തോ ചോദിച്ചു. അപ്പൊ ഇവന് മലയാളം മാത്രമേ അറിയൂ, ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പൊ ഇവന് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുന്ന എന്നോട് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ എന്താണ് ആ പോലീസുകാരൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇതാണ് അയാൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കൊടുത്തു. അപ്പോ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഇവന്റെ പോക്കറ്റിൽ കൊന്തയുണ്ട്, കൊന്തയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ഇവൻ അതൊന്നും ആ ട്രേക്കകത്ത് വെച്ചില്ല, എല്ലാം പോക്കറ്റിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാം എടുത്ത് പുറത്തൊക്കെ വെച്ച് മലയാളം മാത്രം അറിയത്തുള്ളൂ പറഞ്ഞ് ആ പോലീസുകാരൻ ഇവനോട് ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പൊ ഇവൻ ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ്, എന്റെ കൊന്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ആ പോലീസുകാരൻ എന്നോട് ഭയങ്കര സ്നേഹം അച്ഛാ. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, പഠിക്കാത്തതിനെ ഓർത്ത് ഇപ്പൊ ഒരു വിഷമം. ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാമായിരുന്നെങ്കിൽ അവനോട് യേശുവിനെ കുറിച്ച് പറയാം. കണ്ട, അത് ആ സെൻസ് അകത്തുനിന്ന് വരുന്നതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും ആരുടെ അടുത്ത് യേശുവിനെ കുറിച്ച് പറയാൻ, സാക്ഷ്യപ്പെടുത്താൻ ഒരു സാധനം വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് അങ്ങനെ വരില്ല. നമ്മൾ ഭയങ്കര സാഹചര്യവും അവസരവും ഒക്കെ നോക്കി അങ്ങനെ ചെയ്തത്. പക്ഷെ ഏത് സാഹചര്യത്തിൽ ഏത് മനുഷ്യനോട് യേശുവിനെ കുറിച്ച് പറയാൻ എന്നോട് ഒരു മനുഷ്യൻ ഇന്നലെ പറഞ്ഞു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു, നീ ഒരു ക്രിസ്ത്യാനി തള്ളയുടെ മോനാണ്, അതുകൊണ്ട് നീ യേശുവിനെ പ്രാർത്ഥിക്കണേ. അതൊരു സെൻസാണ്.
ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു അവബോധം. അപ്പൊ അത് നമുക്ക് തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് 15:26. അടുത്ത വാക്യം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. സത്യാത്മാവ് വരുമ്പോൾ 12-13 വായിക്കാം. 16-ാം അധ്യായം 12-13. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതാണ് 17-ാമത്തെ കാര്യം. സത്യാത്മാവ്, പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതെന്താണ്? അത് ശ്രദ്ധിച്ചേ. അപ്പോസ്തലന്മാര് യേശു ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലായതിന്റെ എത്രയോ മടങ്ങ് പെന്തക്കുസ്തായ്ക്ക് ശേഷം അവർക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലായി. പെന്തക്കുസ്തായ്ക്ക് ശേഷമല്ലേ അവർ യേശുവിനെ കുറിച്ച് ഇത്ര വാചാലമായിട്ട്, ഇത്ര നമ്മുടെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ എത്ര അഗാധമായ ആഴമുള്ള കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. സുവിശേഷങ്ങളെല്ലാം എഴുതുമ്പോൾ അവർ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയ സത്യങ്ങളെല്ലാം അവർക്ക് യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ മനസ്സിലായതല്ല, പെന്തക്കുസ്തായ്ക്ക് ശേഷം മനസ്സിലായതാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾക്ക് റോമാലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും, എഫേസോസ് ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും, ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാവും, വെളിപാട് പുസ്തകം ഇപ്പൊ എല്ലാവരും ചോദിച്ചോണ്ടിരിക്കുകയാണ്, വെളിപാട് പുസ്തകം പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ വെളിപാട് പുസ്തകം മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാവുന്ന അറിയാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് വരുമ്പോ നമുക്ക് ആരും പഠിപ്പിക്കണ്ട, നമുക്ക് വായിക്കുമ്പോൾ കർത്താവ് തന്നെ പഠിപ്പിച്ചു തരും. അപ്പോ 17 കാര്യങ്ങൾ, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച ഞാൻ ഈ വാക്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള സമയമുള്ളൂ. അപ്പോ അത് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ വാക്യങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് വായിക്കുക. ഇന്ന് രാത്രിയിലും നാളെ പകലും ഒക്കെ ഇത് വായിക്കുക. എന്നിട്ട് വായിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച വചനങ്ങൾ വായിക്കുക, ആ വചനം ഭക്ഷിക്കുക, ആ വചനം ധ്യാനിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുറെ സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുക. അപ്പൊ കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ ശക്തമായി ആവസിക്കും, ശക്തമായി നിറയും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുക. ഡൽഹിയിൽ പിതാവിന്റെ അവസ്ഥ അല്പം ക്രിട്ടിക്കലായിട്ട് തന്നെ തുടരുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒത്തിരി ചെറുപ്പക്കാരായ വൈദികര് ക്രിട്ടിക്കലായ സ്റ്റേജിൽ കിടക്കുന്നുവെന്ന് നിങ്ങൾ പലയിടത്തും അറിഞ്ഞിട്ടുണ്ടാവും. ഒത്തിരി സന്യാസി സിസ്റ്റേഴ്സ് പലരും നിരീക്ഷണത്തിലാണ്. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 10-30 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 120-ലധികം അച്ഛന്മാരാണ് മരിച്ചത്. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മരിച്ചത് 120-ലധികം അച്ഛന്മാരാണ്. നമ്പർ കൂടിയെങ്കിലേ ഉള്ളൂ, കുറയാൻ സാധ്യതയില്ല. അപ്പോ അച്ഛന്മാരുടെ സാധാരണക്കാർ അതിൽ കൂടുതൽ മരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ അച്ഛന്മാരുടെ കാര്യം പറയുന്നതിന്റെ കാര്യം, അങ്ങനെ നമുക്ക് ആകെ കുറച്ച് വൈദികരേ ഉള്ളൂ, അവര് ഇങ്ങനെ രോഗം ബാധിച്ച് മരിക്കുന്നൊരവസ്ഥ, സിസ്റ്റേഴ്സ് മരിക്കുന്നൊരവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവിന് പ്രാർത്ഥിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ഒത്തിരി കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കർത്താവിന്റെ ആത്മാവ് നിറയാൻ ആഗ്രഹിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് കണ്ണടച്ച് നമുക്ക് ഈ സമയത്ത് നമ്മൾ ഈ പാട്ട് പാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവിന്റെ വലിയ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയും. നിങ്ങളെല്ലാം ആഗ്രഹിച്ചോ? നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയല്ലേ? ഈ കൂട്ടായ്മയിൽ നിങ്ങളെ സൂമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ നിറവ് കിട്ടും, കർത്താവിന്റെ ആത്മാവ് അനുഗ്രഹിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. പല സ്ഥലങ്ങളിൽ ഇരുന്ന്, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇരുന്നാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവും, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും, രോഗപീഠകളിൽ കർത്താവ് ഇടപെടും. അപ്പൊ അതുകൊണ്ടെല്ലാം വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. നമുക്ക് അവിശ്വാസമില്ല, നമുക്ക് വിശ്വാസമാണ്, പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. നമ്മുടെ മുമ്പിൽ എല്ലാം, എന്ത് തകർച്ച നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കൊന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, മഹത്വം കർത്താവെ, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന,
ദൈവാരൂപിയേ അങ്ങേക്കാരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്കാരാധന. ദൈവാരൂപിയേ അങ്ങേക്കാരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. എന്നിൽ ശുദ്ധിയായി ദൈവശക്തിയായി അഭിഷേകമായി വരണേ. എന്നിൽ ശുദ്ധിയായി ദൈവശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. പരിശുദ്ധാത്മാവേ അങ്ങേക്കാരാധന. ദൈവാരൂപിയേ അങ്ങേക്കാരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്കാരാധന. ദൈവാരൂപിയേ അങ്ങേക്കാരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന. ആരാധന. ഈശോയുടെ വലിയ കരുണ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഈ ആലയം സ്വീകരിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഭാരമോ പ്രയാസമോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നിയോഗം സമർപ്പിച്ചുകൊള്ളുക. ഏതെങ്കിലും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ നിയോഗം ഒന്ന് സമർപ്പിച്ചുകൊള്ളുക. കർത്താവിന്റെ ആത്മാവ് ആ മേഖലയിൽ ഇടപെടും. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് വിശ്വസിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ വലതുഭാഗത്തുണ്ട്. ജെറമീയ 20:11 വീരയോദ്ധാവിനെ പോലെ കർത്താവ് നമ്മുടെ വലതുഭാഗത്തുണ്ട്. 2 മക്കബായർ 8:18 അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സെഫാനിയ 3:17 സൈന്യങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. സക്കറിയ 9:8 ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ അവിടുന്ന് തന്റെ മക്കളുടെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ജോബ് 1:10 കർത്താവ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി. സങ്കീർത്തനം 34:7 ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതൻ പാളയമടിച്ച് അവരെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:10 ഒരു തിന്മയും നിനക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കില്ല. സക്കറിയ 2:5 അവനവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. സങ്കീർത്തനം 76:6 യാക്കോബിന്റെ ദൈവമേ നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. യെശയ്യാ 37:36 കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കിടന്ന് 1,85,000 പേരെ വകവരുത്തി. കർത്താവിന്റെ ആത്മാവ് ഇടപെടും. രോഗപീഠകളിൽ കർത്താവ് ഇടപെടും. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കർത്താവ് ഇടപെടും. കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ കർത്താവ് ഇടപെടും. ദാമ്പത്യ അസ്വസ്ഥതകളിൽ കർത്താവ് ഇടപെടും. നിന്റെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണോ, മകനെ മകളെ, ഈ സമയത്ത് ഈശോ നിന്റെ പ്രതിസന്ധിയിൽ ഇടപെടുകയാണ്. കർത്താവ് നിനക്കൊരു വഴി തുറക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി നീ കണ്ടിട്ടില്ലാത്തൊരു വാതിൽ തുറക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ. നിന്റെ മനസ്സ് കലങ്ങണ്ട, നിന്റെ മനസ്സ് നിരാശപ്പെടണ്ട. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ കൂടാരത്തിൽ നിനക്ക് അഭയം തരും. കർത്താവ് നിന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അവിടുത്തെ വാത്സല്യം നിന്നെ വലിയവനാക്കും. അവിടുന്ന് ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് വിരുന്നൊരുക്കും. എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരും. നിങ്ങളുടെ കണ്ണുനീര്, പ്രയാസം എല്ലാം കർത്താവിന് കൊടുക്കും. കർത്താവ് ഈ സമയത്ത് ഈ മക്കളെ അനുഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന മക്കളെല്ലാം കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് തുടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാപബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയായിട്ടുണ്ടായ വിനാശങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആഭിചാര മന്ത്രവാദ ശക്തികൾ ക്ഷയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. രോഗക്കെട്ടുകൾ രോഗശക്തികൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കും. മഹാമാരിയുടെ സ്വാധീനങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കും. കുടുംബങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. മക്കളില്ലാത്തവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വഴികൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ജോലി മേഖലകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനമില്ലാത്തവർ അനുഗ്രഹിക്കപ്പെടട്ടെ. മഴക്കെടുതികളിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട മക്കളുടെ മേൽ കർത്താവിന്റെ ശക്തമായ കരം പ്രവർത്തിക്കണേ പ്രാർത്ഥിക്കും. എല്ലാം നന്മയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോ